വാർത്താദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആണവോർജ ഏജൻസിയുടെ ചിറകരിഞ്ഞ് ഇറാൻ. അന്താരാഷ്ട്ര ആണവോർജ സമിതിയുമായുള്ള സഹകരണം നിർത്തലാക്കാൻ ഇറാൻ. ഇതിന്റെ ആദ്യപടിയായി ഇറാൻ പാർലമെന്റ് ആണവോർജ സമിതിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കുന്നതിനുള്ള ബില്ല് പാസാക്കി. ഇനിയുള്ള കടമ്പ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ അംഗീകാരം മാത്രമേ ആവശ്യമുള്ളൂ. യുദ്ധത്തിന് മുമ്പ് വരെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ നിയന്ത്രണം ഇറാന്റെ മേൽ ഉണ്ടായിരുന്നു. ഇതുവരെ ഇറാന്റെ കൈവശമുള്ള യുറേനിയത്തിന്റെ അളവും സമ്പുഷ്ടീകരിച്ചതിന്റെ ലെവൽ എത്ര ശതമാനമാണെന്നും അറിയാമായിരുന്നു. 90% സമ്പുഷ്ടീകരിച്ചാലേ അണുബോംബ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒന്നും അറിയുവാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്കോ മറ്റ് രാജ്യങ്ങൾക്കോ കഴിയില്ല. എന്തിന്റെ പേരിലാണോ അമേരിക്കയും ഇസ്രായേലും യുദ്ധം ചെയ്തത്, അതിന്റെ വിപരീത ഫലമാണ് ഉണ്ടായത്. ഇപ്പോൾ ട്രോൾ വരുന്നത് കെട്ടുറപ്പുള്ള കെട്ടിടങ്ങൾ പണിയുന്നതിന് വേണ്ടി അമേരിക്കയുടെ ചിലവിൽ കുറച്ചു പാറ പൊട്ടിച്ചു കൊടുത്തു എന്നാണ്.